ഹായ് ഹലോ, ഞാനൊരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറിയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടീൻ്റെയും മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയൊക്കെ ഒരു സ്റ്റോറി ആയിട്ടോ ഞാനിന്ന് പറയുന്നത്. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും ഒരേ ഒരു മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്ന കാര്യം രേവതിക്കുട്ടിയോട് തുറന്ന് പറയല്ലേ മാമച്ചായൻ. അതുപോലെ ഗ്രേസമ്മയും ആദ്യം രേവതിക്കുട്ടി ഈ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ അവളെ വഴക്ക് പറയുന്നുണ്ട്. സങ്കടം കൊണ്ട് വഴക്ക് പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ മാമച്ചാൻ ഈ കാര്യം അവളോട് തുറന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് സങ്കടം തോന്നുക കേട്ടോ. അങ്ങനെ ഗ്രേസമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അറിയാതെ ചോദിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവളോട് എല്ലാം തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓർത്ത് രേവതിക്കുട്ടിക്ക് വലിയ സങ്കടമാവുക കേട്ടോ. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും ഒക്കെ കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട്. എന്നാലും എന്തിനാ ദൈവം ഇത്രയ്ക്ക് ക്രൂരത കാണിക്കുന്നത്? ഒരേ ഒരു മകനല്ലേ ഉള്ളൂ, അവരെ തിരിച്ചെടുത്തു. അവരുടെ സന്തോഷം അതോടുകൂടി നിന്നു പോയതാണെന്ന് കാര്യവും രേവതിക്കുട്ടിക്ക് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ആ വീട്ടിലെ അവരുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ട് ഇങ്ങനെ മാറുക കേട്ടോ. അവരുടെയൊക്കെ ഇഷ്ട കഥാപാത്രമായി മാറുകയാണ്. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ആ വീട്ടിലെ ഒരു റൂം ഏത് സമയവും തുറക്കാറില്ല കേട്ടോ. അവിടെ പലപ്പോഴും മാത്രമേ വൃത്തിയാക്കാറുള്ളൂ. അതും ഗ്രേസുമ്മ മാത്രമേ അവിടെ പോയി വൃത്തിയാക്കുള്ളൂ കേട്ടോ. ഇന്ന് വരെ രേവതിക്കുട്ടി ആ റൂമിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെ അവൾ ആ റൂം ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അവിടെ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും ആ മകൻ്റെ ഒക്കെ ഫോട്ടോ അവിടെ ഉണ്ട് കേട്ടോ. ആ മകൻ്റെ ഫോട്ടോ മാലിട്ട് വെച്ചതൊക്കെ അവൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരിക്കും അവരുടെ മകൻ എന്ന് അവൾ ചിന്തിക്കുക കേട്ടോ. എന്തായാലും ആള് നല്ല സുന്ദരനാണ്. എങ്ങനെയായിരിക്കും മരിച്ചത്? ആക്സിഡൻറ്റിൽ മരിച്ചു എന്നല്ലേ പറഞ്ഞത്? പാവം, എത്ര പെട്ടെന്നാണ് ദൈവം തിരികെ വിളിച്ചത് എന്നൊക്കെ ഓർത്ത് അവിടേക്ക് നോക്കുന്ന സമയത്താണ് അവിടെ ഒരുപാട് ഡയറികളും ബുക്കുകളും ഒക്കെ കാണുന്നത് കേട്ടോ. എല്ലാം അയാളുടേതാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് രേവതിക്കുട്ടിയെ പുറകിൽ നിന്ന് ഗ്രേസ് ആൻറ്റി ഒരു വിളിക്കുന്നുണ്ട്. ഈ രേവതി, നിനക്ക് എന്താ ഇവിടെ കാര്യം? രേവതിക്കുട്ടി എന്ന് വിളിക്കുന്നു കേട്ടോ. ഗ്രേസമ്മയുടെ ഒരു പ്രത്യേക ടോണിലാണ് വിളിക്കുന്നത്. രേവതിക്കുട്ടി, നിനക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടെ എന്താ പണിയെന്ന് ചോദിക്കുകയാണ്. നിന്നോട് ആരാ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. ഇത് കേട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ, ഞാൻ ചുമ്മാ വെറുതെ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ വൃത്തിയാക്കാലോ എന്ന് കരുതി തുറന്നതാന്ന് പറയാട്ടോ. വേണ്ട, ഇനി അവിടെ കയറേണ്ട, അത് വൃത്തിയാക്കുകയും വേണ്ട. അവിടെ എൻ്റെ മകൻ്റെ ഗന്ധമുണ്ട്, അത് നീ കയറി അവിടെ വൃത്തികേടാക്കണ്ട. അവിടെ കയറിയിട്ട് അവൻ്റെ സ്മെല്ല് അവിടെ നിന്ന് കളയണ്ട. അത് ഒക്കെ പോയിട്ട് പിന്നെ എന്തിനാ ഞാനും മാമച്ചനും ആകെ ജീവിക്കുന്നത് തന്നെ അവൻ്റെ ഓർമ്മകളിലും അവൻ്റെ സ്മെല്ലിലും ഒക്കെയാണ്. ഞങ്ങളിടയ്ക്ക് അവിടെ പോയിരിക്കും. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ഉള്ള പോലെയാണ് ഞങ്ങൾക്ക് തോന്നാറ്. നീ അവിടെ കയറേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ റൂമിൻ്റെ വാതിൽ അടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, മറ്റെന്ത് ജോലി വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷേ ഈ റൂമിലേക്ക് നീ കയറി പോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. അതിനുശേഷം രേവതിക്കുട്ടി എന്താ പറയുക, തൻ്റെ ജോലിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ, ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ, കുറച്ച് എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചേനും അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്താണ് അവളുടെ ആ റൂമിൻ്റെ കഥ ഓർക്കുന്നത് കേട്ടോ. കഥക് തുറക്കട്ടോ. അതായത് മാമച്ചാനും ഗ്രേസമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. ആ സമയത്ത് രേവതിക്കുട്ടി ആ റൂമിൻ്റെ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ റൂമിൽ പോയി ചുമ്മാ തുറന്നു നോക്കുക കേട്ടോ. അപ്പോൾ പണിയില്ലാതിരിക്കുന്ന സമയത്ത് ആ റൂമിലേക്ക് കയറാൻ വേണ്ടി അവൾക്ക് ഇങ്ങനെ തോന്നുന്നു, വേറൊരു പണിയും ചെയ്യാനില്ല. അപ്പോൾ ആ റൂമിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ അവൾ ആ റൂമിലേക്ക് കയറി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആ റൂമിലേക്ക് അവളിങ്ങനെ കയറുമ്പോൾ എന്തോ ഒന്ന് അവളിങ്ങനെ ആകർഷിക്കുന്നത് പോലെ തോന്നുക കേട്ടോ. അവളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് പോലെ, ആ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെ ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ പുറത്തിരിക്കുന്ന ബുക്സും ഡയറിയൊക്കെ അവളെടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അദ്ദേഹം, അതായത് ആ മരിച്ചുപോയ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ മകനുണ്ടല്ലോ, അയാൾ എഴുതി വെച്ച ഓരോ വാക്കുകളൊക്കെയാണ്. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലാവട്ടെ, അയാൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവട്ടെ, അയാൾ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു എന്ന് മനസ്സിലാവാണ്. അങ്ങനെ രേവതിക്കുട്ടിക്ക് വല്ലാത്ത കൗതുകം തോന്നട്ടോ. ഇതൊക്കെ എടുത്ത് ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് രേവതിക്കുട്ടി ആ കാഴ്ച കാണുട്ടോ. അവിടെ മേശക്കരികിലായിട്ട് ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഇരിക്കുന്നത് കാണുക കേട്ടോ. ഒരു ഇങ്ങനെ നല്ല കളർ പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞൊരു ബോക്സ്. അവളത് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാ, അത് ചിലപ്പോൾ പ്രണയിനിക്ക് കൊടുക്കാൻ വെച്ച എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് രേവതിക്കുട്ടി എന്തായാലും വേണ്ടില്ല അതൊക്കെ എടുത്തു നോക്കാന്ന് ചിന്തിക്കണം. ആദ്യം ചിന്തിക്കുന്നുണ്ട്, എന്തിനാ ഞാൻ അതൊക്കെ നോക്കുന്നതെന്ന് കേട്ടോ. എന്നാലും അവൾക്ക് ഭയങ്കര കൗതുകം, അവൾക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ എന്താണെന്ന് അറിയാനായിട്ട്. അങ്ങനെ അവൾ ആ ലെറ്റർ എല്ലാം എടുത്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഒരു ബോക്സ് തുറക്കുമ്പോൾ അത് നിറയെ കത്തുകളായിരിക്കും കേട്ടോ. അതായത് തൻ്റെ പ്രണയിനിക്ക് അയച്ചതും ഇങ്ങോട്ട് അയച്ചതൊക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേ കത്തുകളാണ്. അങ്ങനെ ഇവർ പ്രണയിച്ച സമയത്ത് ഗ്രേസമ്മയുടെ മകനും ആ പെൺകുട്ടിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ച ആ ലെറ്റർ കേട്ടോ അതിലുള്ളത്. അങ്ങനെ അത് സൂക്ഷിച്ച ലെറ്ററൊക്കെ ആ ബോക്സിലിട്ടിട്ട് ഒരു വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞെടുത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ അവൻ. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അതൊക്കെ വായിക്കുന്ന രേവതിക്കുട്ടിക്ക് താനൊരു പ്രണയലോകത്ത് നടന്നു
പോകുന്ന പോലെയായിട്ട് തോന്നുന്നത്. അതായത് ആ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും മകനും ആ പെൺകുട്ടിക്ക് എഴുതിയ കത്തൊക്കെ എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അതിലെ വരികളൊക്കെ ഭയങ്കര ഫീലിങ്സോട് കൂടിയിട്ട് അങ്ങനെ വായിച്ചു പോവാട്ടോ. അങ്ങനെയാണ് അവരെ വിവാഹം നിശ്ചയിച്ചതെല്ലാം ആ കത്തിൽ നിന്ന് മനസ്സിലാവട്ടെ. അങ്ങനെ ആ ചെറുക്കൻ്റെ കല്യാണം ഉറപ്പിച്ചതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പം വിവാഹം നിശ്ചയിച്ചതിന് ശേഷമാണോ ആ ചേട്ടൻ മരിച്ചു പോയത്? അതിന് ശേഷമായിരിക്കും ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും സന്തോഷകരമായിട്ടുള്ള ഈ കത്തുകളൊക്കെ കാണുന്നത് എന്ന് തന്നെ രേവതിക്കുട്ടി ചിന്തിക്കുകയാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് ആ ബോക്സിൽ വീണ്ടും തിരികെ രേവതിക്കുട്ടി ആ കത്തുകളൊക്കെ വെക്കുക കേട്ടോ. അങ്ങനെ ഡയറികളെല്ലാം മറിച്ച് നോക്കുന്ന സമയത്ത് അവൾക്കത് മനസ്സിലാവാണ്. വിവാഹം ഉറപ്പിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ആ ചേട്ടൻ മരിച്ചു പോയത് കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയും സന്തോഷത്തോടെയും ഒക്കെ കാത്തിരുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ അങ്ങനെ വിവാഹം എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നഷ്ടപ്പെട്ട് ആ പ്രണയിനിയെ സ്വന്തമാക്കാൻ പോകുന്ന ദിവസങ്ങളൊക്കെ കാത്തിരുന്നിട്ട് എല്ലാം വിട്ടിട്ട് എന്താ പറയുക, ദൈവം ഇങ്ങനെ ആ ചെറുക്കനെ മുകളിലേക്ക് വിളിച്ചു. ദൈവം എന്തിന് ഇത്ര ക്രൂരത കാണിച്ചു എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെടുക കേട്ടോ. പാവ ആ പെൺകുട്ടി എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും. ആ ചേച്ചിയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആ ചേച്ചി ഇപ്പോൾ എവിടെയായിരിക്കും? ഇനിയിപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചു കാണുമോ? ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം രേവതിക്കുട്ടി ഇങ്ങനെ കഥ കടിച്ച് പോവാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ലെറ്റർ താഴെ വീണ് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അയ്യോ, ഇതെടുത്തു വെച്ചില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നിലത്ത് വേണ്ട ലെറ്റർ എടുക്കുക കേട്ടോ. അതിന്റെ കവറെല്ലാം ഓപ്പൺ ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ രേവതിക്കുട്ടി വെറുതെ ആ വരികളെല്ലാം കണ്ണോടിക്കാൻ തുടങ്ങി കേട്ടോ. അതിങ്ങനെ വായിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ോട് കൂടിയിട്ട് രേവതിക്കുട്ടി ആ സത്യം തിരിച്ചറിയാട്ടോ. വിവാഹത്തിന് മുൻപേ, വിവാഹ നിശ്ചയത്തിന് മുൻപേ തന്നെ അവർ രണ്ടുപേരും എന്താ പറയുക ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ അവൾ ഗർഭിണിയാണെന്നുള്ള വിവരം ആ കത്തിലൂടെ മനസ്സിലാക്കുക കേട്ടോ. ചേട്ടാ, ഞാനിപ്പോൾ 2 മാസം ഗർഭിണിയല്ലേ, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ എത്രയും നേരത്തെ പ്രസവിച്ചു, കുഞ്ഞിന് വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ? എനിക്കത് ഓർത്തിട്ട് വല്ലാതെ വിഷമമുണ്ട്. എന്നാലും സാരമില്ല, ചേട്ടൻ്റെ കൂടെയല്ലേ ഞാൻ വരുന്നത്. വിവാഹത്തിന് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ. അധികം ദിവസം എത്തും മുമ്പേ നമ്മുടെ വിവാഹമാണല്ലോ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഗർഭിണിയാണെന്ന കാര്യം എനിക്ക് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ കാര്യം ആരും അറിയണ്ട കേട്ടോ. വിവാഹത്തിന് മുൻപേ ഗർഭിണിയാണെന്നൊക്കെ കേൾക്കുമ്പോൾ അവർ എൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമാണെന്ന് കരുതും. പക്ഷെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അതങ്ങനെ എനിക്ക് സംഭവിച്ചു പോയത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ആ വാർത്ത എന്താ പറയുക, ഒരു സന്തോഷം, ഒരു അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടിക്ക്. കാരണം അവരുടെ മകൻ മരിച്ചുപോയി, പക്ഷെ അവരുടെ മകന്റെ കുഞ്ഞ് ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സത്യം രേവതിക്കുട്ടി അങ്ങനെ അറിയാട്ടോ. അങ്ങനെ ആ ലെറ്റർ അപ്പം തന്നെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴാണ് താഴെ ഗ്രേസമ്മേൻ്റെയും അതുപോലെ മാമച്ചാനും തിരിച്ചു വന്നത് മനസ്സിലാവണം കേട്ടോ. അവൾ പെട്ടെന്ന് തന്നെ കത്ത് കാണിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക കേട്ടോ. പിന്നെ തീരുമാനിക്കേണ്ട, വേണ്ട ഇപ്പം കാണിക്കണ്ട. അവളത് ആ ഷെൽഫിൽ തന്നെ വെക്കുകയാണ്. എന്നിട്ട് മാമച്ചനോടും ഗ്രേസമ്മയോടും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു കൊച്ചമ്മയെന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. എന്ത് പറയാനാ, അയാൾ ഇപ്പോഴും ഷുഗറൊക്കെ കട്ട് തിന്നില്ലേ, പിന്നെ എങ്ങനെ അസുഖം മാറാനാ? മാമച്ചായ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി അതൊക്കെ കഴിക്കൽ നിർത്തിക്കോ എന്ന് പറയാട്ടോ. എനിക്കിപ്പോൾ ജീവിക്കണമെന്നുണ്ട്, ഞാനതൊക്കെ തൽക്കാലം നിർത്താതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയണം. മാമച്ചാൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് ആരുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട് എന്നൊക്കെ ചോദിക്കാൻ ഗ്രേസമ്മ. ഇനി ഞാൻ കുടിക്കില്ല ഗ്രേസമ്മ, സത്യമായിട്ടും ഞാൻ കുടിക്കില്ല എന്ന് പറയാം. കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, പിന്നെ എനിക്കും കുറച്ച് നാൾ ജീവിക്കണമെന്നുണ്ട്, മാമച്ചാനില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയണേ ഗ്രേസമ്മ. അപ്പോൾ മാമച്ചായൻ്റെ അടുത്തും ഗ്രേസമ്മയുടെ അടുത്തും രേവതിക്കുട്ടി പറയാട്ടോ, ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനൊരു കാര്യം പറയാൻ പോകും, ഒരു സസ്പെൻസ് പറയാൻ പോകും. ഇനി ഇപ്പം അതൊന്നും കഴിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയണത് കേട്ട് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹവും കൊതിയും ഒക്കെ കൂടുമെന്ന് പറയാട്ടോ. അതെന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണെ രണ്ടുപേരും. അതൊക്കെ ഉണ്ട്, നിങ്ങൾ ആദ്യം വാ, ഭക്ഷണമൊക്കെ കഴിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എന്നിട്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സസ്പെൻസ് ഇടാതെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ അതൊക്കെ പറയാം, ഈ ജ്യൂസ് കുടിക്കുമെന്ന് പറഞ്ഞിട്ട് ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ. രേവതിക്കുട്ടി, ഞങ്ങൾക്ക് വായിക്കൂടി ഒന്നും ഇറങ്ങില്ല, നീ ഇപ്പോൾ സസ്പെൻസ് ഇട്ട് എന്താന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് പറയാന്ന് പറയാട്ടോ. നീ എന്താ അങ്ങനെ പറഞ്ഞത്, ഒരു പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മകൻ മരിച്ചു പോയെന്ന് വലിയ സങ്കടത്തിലായിരുന്നില്ലേ നിങ്ങൾ, എന്നാലേ നിങ്ങളുടെ മകൻ മരിച്ചു പോയില്ല. ഇത് കേട്ട് ഗ്രേസമ്മയും മാമച്ചനും പരസ്പരം മുഖത്തോട് മുഖം നോക്കട്ടോ. നിനക്കെന്താ ഭ്രാന്തായോ? അവന്റെ ബോഡി വാങ്ങി ഞങ്ങളല്ലേ ഇവിടെ സംസ്കരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല, ഇപ്പം മനസ്സിലാവില്ല എന്ന് പറയട്ടോ.
അങ്ങനെ ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ എടുത്ത് ഗ്രേസമ്മയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. ഗ്രേസമ്മ അത് വായിച്ചത് മാമച്ച ഇത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഗർഭിണിയായിരുന്നോ? അതെ, അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞെവിടെ? പിന്നെ നമ്മൾ അവളെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചത് പോലുമില്ലല്ലോ. അതെ, ആ കുഞ്ഞ് പിന്നെ ഇവിടെ. എന്നാലും അവൾ ഗർഭിണിയാണെങ്കിൽ അവളുടെ വീട്ടുകാർ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാതിരിക്കുമോ? ഒരിക്കലും അതിനെ വളർത്താനൊന്നും പ്രസവിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഗ്രേസമ്മ വെറുതെ ഓരോ ടെൻഷൻ ആവുന്നു. മനസ്സിന് ഓരോ ടെൻഷൻ കൊടുക്കണ്ട. എനിക്ക് തോന്നുന്നു നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കട്ടോ രേവതിക്കുട്ടിയോട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് അവിടുന്ന് റൂമിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയാട്ടോ. എന്നാൽ പിന്നെ ഇത് സത്യമാണെങ്കിൽ അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മകൻ്റെ കുഞ്ഞാണ്. നമ്മുടെ മകൻ ഈ ലോകത്തിലില്ല, പക്ഷെ അവൻ്റെ കുഞ്ഞെങ്കിലും ഈ ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ മാമച്ചാനും ഗ്രേസമ്മയ്ക്കും. അങ്ങനെ ആ കുട്ടിയുടെ വീട് എവിടെയാന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അവളുടെ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ അന്വേഷിച്ച് പോകുക കേട്ടോ. ആ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരം കിട്ടുന്നില്ല. അവരുടെ വീട്ടുകാരാണെങ്കിലും അവർ മാമച്ചനും ഗ്രേസമ്മയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളുടെ മകൻ കാരണം എൻ്റെ മകൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത്. അവൾ മറ്റൊരു വിവാഹത്തിനും സമ്മതിച്ചില്ല. ഇപ്പോൾ ആണെങ്കിൽ ഒരു മാനസിക നില തെറ്റിയ രൂപത്തിലാണ് എന്നൊക്കെ പറയട്ടെ. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. പിന്നെ മറ്റൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മാമച്ചാൻ്റെയും ഗ്രേസമ്മയുടെ മകൻ പ്രണയിച്ച പെൺകുട്ടി മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ അലീന ഉണ്ടല്ലോ, അലീനയുടെ അച്ഛൻ്റെ സഹോദരിയായിട്ടോ അവർ പ്രണയിച്ചിട്ടുണ്ടാവുക. രണ്ടുപേരും ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് അവരുടെ വിവാഹമൊക്കെ ഇങ്ങനെ ഉറപ്പിച്ചതാട്ടോ ആ കുടുംബമൊക്കെ തമ്മിൽ. പക്ഷേ അപ്പോഴാണ് ഈ ആക്സിഡൻറ്റിൽ ഇങ്ങനെ മരിച്ചു പോകുന്നതും അതിനുശേഷമാണ് മോള് ഗർഭിണിയാണെന്ന് അവരൊക്കെ അറിയുന്നത് കേട്ടോ. അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയാണ് അവർ. അങ്ങനെ അവൻ മരിച്ചു പോവുകയും ചെയ്തു. കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞും മരിച്ചു പോയിന്ന് ആ പെണ്ണിനോട് പറയുകയും ചെയ്തു. അങ്ങനെയായിട്ട് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭ്രാന്തിയായിട്ട് മാറണത്, അതിൻ്റെ ഒരു മാനസിക നില തെറ്റുന്നത്. അങ്ങനെ അലീനയുടെ അപ്പച്ചിയാണ് ഈ മകൻ പ്രണയിച്ച പെൺകുട്ടി. അങ്ങനെ ആ യഥാർത്ഥ കുഞ്ഞാരാന്നറിയാവോ? ആ കുഞ്ഞ് നമ്മുടെ ചിന്നുമോളാട്ടോ. ചിന്നുമോളാണ് ആ കുഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ബ്രിജിത്ത മമ്മിയുടെ കയ്യിലാണ് ഈ കുഞ്ഞിനെ ഇവർ ഏൽപ്പിക്കുന്നത് കേട്ടോ. അതൊക്കെ പിന്നീട് ലാസ്റ്റ് കഥ തെളിയും കേട്ടോ, എങ്ങനെയാണ് ഏതാണ് ആ കുഞ്ഞെന്നൊക്കെ ഉള്ളതും. അങ്ങനെ മാമച്ചാനും ഗ്രേസമ്മയും കൂടെ ചിന്നുമോളെയും ഈ അലീനയുടെ അപ്പച്ചി ഉണ്ടല്ലോ, അച്ഛൻ്റെ പെങ്ങള്, അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ ആയിരിക്കും പിന്നീട് താമസിക്കുന്നത് ചിന്നുമോളും അലീനയുടെ അപ്പച്ചിയും. അങ്ങനെ നല്ല ഒരു എന്താ പറയുക ഹാപ്പി എൻഡിങ് ആണ് ആ ഭാഗത്ത് വരുന്നത് കേട്ടോ. അങ്ങനെ മാമച്ചാൻ്റെ പേരക്കുട്ടിയാണെന്നുള്ള കാര്യം അതുപോലെ അലീന ഈ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താട്ടോ ഈ ഭ്രാന്തിയായിട്ടുള്ള അപ്പച്ചിയെ കാണുന്നതും. അപ്പോൾ അവരുടെ ഭ്രാന്ത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ അലീന തന്നെയാണ് അന്വേഷിക്കുന്നതും അവരെ മാറ്റിയെടുക്കുന്നതും ഒക്കെ കേട്ടോ. അതിനുശേഷമാണ് ചിന്നുമോളിലേക്ക് ഇങ്ങനെ എത്തുന്നത്. അപ്പോൾ ചിന്നുമോളെ സ്വന്തം മോളെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതൊക്കെ അലീനയുടെ വരവോട് കൂടിയിട്ടാട്ടോ. അങ്ങനെ ഈ കഥാപാത്രങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡാണ്. ഞാൻ ആ സ്റ്റോറി മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോണത്. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉള്ളത് നല്ല രസമാട്ടോ. കഥകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഓരോ എന്താ പറയുക ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ കഴക്കൂട്ട് ഓർഫനേജിലാണ് ചിന്നുമോളെ കൊണ്ടാക്കിയത് എന്നൊക്കെ അലീനയാട്ടോ കണ്ടെത്തുന്നത്. അപ്പോഴാണ് അത് ചിന്നുമോളാണെന്നുള്ളത് അലീന മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ അറിയുന്നത്, ചിന്നുമോളെ കിട്ടിയതും. പിന്നെ അവരുടെ ഭ്രാന്തൊക്കെ മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരികയും മാമച്ചയും ഗ്രേസമ്മയും കൂടെ ആ പെൺകൊച്ചിനെയും ഈ ചിന്നുമോളെയും കൂടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി വന്നതോടു കൂടിയിട്ടാണ് പുതിയൊരു ജീവിതം മാമച്ചാനും ഗ്രേസമ്മയ്ക്കും കിട്ടുന്നത്. രേവതിക്കുട്ടിയാണ് ഈ ചിന്നുമോളെയും ഈ പെൺകുട്ടീനെയൊക്കെ തിരിച്ച് എത്തിക്കാനും സഹായിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ അലീനയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകണം കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വൈജയന്തിയുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ, അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത്. അച്ഛൻ്റെ വീട്ടിലും അച്ഛൻ അവളെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അച്ഛന് വേറൊരു ഫാമിലി ഉണ്ട്. അച്ഛന് വളരെ ഗൗരവക്കാരനൊക്കെയാണ്. അപ്പം അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാനുണ്ട്. പിന്നെ അപ്പോഴാണ് അവിടെ എത്തുമ്പോഴാണ് അപ്പച്ചിക്ക് അസുഖമായ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും അപ്പച്ചിയുടെ കൂടെ നിന്ന് കെയർ ചെയ്ത് അപ്പച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ പിന്നീടാട്ടോ. അങ്ങനെ നല്ല രസമുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അലീനയുടെ അച്ഛനെ കണ്ടെത്തുന്നതും അലീനയുടെ അച്ഛൻ്റെ കയ്യിൽ
അലീനയെ കൊണ്ടു ചെന്നാക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയുടെ അച്ഛനായിട്ട് വരുന്ന വ്യക്തി ആരാണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കില്ലേ. അപ്പോൾ അലീനയുടെ അച്ഛൻ ആരാണെന്നൊക്കെയുള്ള എപ്പിസോഡൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കേൾക്കാം, കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.